ഹലോ, നല്ല നമസ്കാരം. നമ്മൾ ദിവസവും നൂറുകണക്കിന് സിനിമകൾ കാണാറുണ്ട്. ചില സിനിമകൾ നമ്മളെ കഥ കൊണ്ട് ആകർഷിക്കും, ചിലത് വിഷ്വൽ കൊണ്ട്. എന്നാൽ വെറുമൊരു ഓഡിയോ എക്സ്പീരിയൻസ് കൊണ്ട്, അതായത് കേൾവി ശക്തി കൊണ്ട് മാത്രം നമ്മുടെ ആ തലച്ചോറിനെ പൂർണ്ണമായും സ്ക്രീനിലേക്ക് ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? യെസ്! സാങ്കേതിക മികവ് കൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ടൂണർ, ആ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നവാനി എന്ന വിഖ്യാത ഡോക്യുമെന്ററിയിലൂടെ ഓസ്കാർ നേടിയ ഡാനിയൽ റോഹറിന്റെ ആദ്യ നരേറ്റീവ് ഫീച്ചർ ഫിലിമാണ് ലിയോ വുഡിനെയും അതോടൊപ്പം ലെജൻഡറി താരം ഡാനിസ്റ്റിൻ ഹോമറിന്റെയും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിന്റെ പക്ക ക്രൈം മ്യൂസിക് ഡ്രാമ. ഈ വീഡിയോയിൽ നമ്മൾ ഈ സിനിമയുടെ കഥയോ വള്ളിപുളി വിടാതെയുള്ള കഥാസന്ദർഭങ്ങളോ ഒട്ടും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കാണാം. പകരം ഒരു ഡയറക്ടറിന്റെയും അതോടൊപ്പം തന്നെ ഒരു എഡിറ്ററിന്റെയും കാഴ്ചപ്പാടിൽ ഈ സിനിമ എന്തുകൊണ്ട് മസ്റ്റ് വാച്ച് മാസ്റ്റർ പീസായി മാറുന്നു എന്ന് വളരെ വിശാലമായി നമുക്ക് വിശകലനം ചെയ്യാം. വായോ. ആദ്യം തന്നെ ഈ സിനിമയുടെ കോൺസെപ്റ്റിലേക്ക് വരാം. ഒരു പിയാനോ ട്യൂണറിന്റെ സൂക്ഷ്മമായിട്ടുള്ള ശ്രവണശക്തിയും ഒരു സേഫ് കാക്കറുടെ അല്ലെങ്കിൽ കള്ളന്റെ കഴിവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കുമ്പോൾ ഒരു വലിയ ബന്ധമൊന്നും തോന്നില്ല, അല്ലേ? എന്നാൽ ഈ സിനിമയുടെ അടിസ്ഥാനം തന്നെ ആ ഒരു കണക്ഷനാണ്. സംവിധായകൻ ഡാനിയൽ റോഹറിന്റെ ലോസ് ഏഞ്ചൽസിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു യഥാർത്ഥ അനുഭവത്തിൽ നിന്നാണ് ഈ സിനിമയുടെ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അദ്ദേഹം അവിടെയുള്ള ഒരു പ്രൊഫഷണൽ പിയാനോ ട്യൂണറെ പരിചയപ്പെട്ടു. ഒരു പിയാനോയുടെ തന്ത്രികൾ ട്യൂൺ ചെയ്യുന്ന ആളുകൾക്ക് ശബ്ദത്തിന്റെ വളരെ ചെറിയ ഫ്രീക്വൻസി പോലും തിരിച്ചറിയാൻ അസാധ്യമായ കഴിവുണ്ടായിരിക്കും. അവർക്ക് ഒഴിവ് സമയങ്ങളിൽ ലോക്കുകളുടെ മെക്കാനിസം അഴിക്കുന്ന അല്ലെങ്കിൽ ലോക്ക് സ്മിത്ത് ജോലികൾ ചെയ്യാൻ പ്രത്യേക താല്പര്യമുണ്ടെന്ന കാര്യം റോറർ മനസ്സിലാക്കുകയാണ്. ഒരു പിയാനോ കീ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വോയിസ് വേവും ഒരു വലിയ ഇരുമ്പ് പെട്ടി ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെറ്റാലിക് ക്ലിക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് സിനിമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു യഥാർത്ഥ ക്രാഫ്റ്റിനെ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്കാമിനെ എങ്ങനെ ഹോളിവുഡ് ക്രൈം ക്രോപ്പർ സിനിമയുടെ രൂപത്തിലേക്ക് മാറ്റാൻ എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ടൂണർ എന്ന് പറയുന്ന സിനിമ. നമുക്കറിയാം, ഡാനിയൽ റോഹർ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്. റിയൽ ലൈഫ് സബ്ജക്റ്റുകൾ കൂടുതൽ കൈകാര്യം ചെയ്ത് ശീലിച്ച ഒരാൾ ഒരു ഫിക്ഷൻ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ഈ സിനിമയുടെ മേക്കിങ്ങിൽ ഉടനീളം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സാധാരണ ഹോളിവുഡ് ഡയറക്ടർ ആയിരുന്നുവെങ്കിൽ ഇതിനെ ഒരു ബേബി ഡ്രൈവർ പോലെയോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഒരു വലിയ ആക്ഷൻ സീനുകളുള്ള ഒരു വണ്ടികൾ പറക്കുന്ന ഒരു മാസ് ഹൈലൈറ്റ് സിനിമയാക്കി മാറ്റിയേനെ. എന്നാൽ റോഹർ തിരഞ്ഞെടുത്തിരിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാതയാണ്. അദ്ദേഹം കഥാപാത്രങ്ങളുടെ ഒരു ആന്തരിക സംഘർഷങ്ങളെയാണ് കൂടുതൽ ബിൽഡപ്പ് ചെയ്യുവാനും പ്രാധാന്യം കൊടുക്കുവാനും ശ്രമിച്ചിട്ടുള്ളത്. സിനിമയുടെ പേസിംഗ് തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും, ഒട്ടും ധൃതിയില്ലാതെ വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് ഓരോ രംഗവും അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന തരം ആ ഒരു റിയലിസ്റ്റിക് ലൈറ്റും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ന്യൂയോർക്ക് നഗരത്തിന്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡും സിനിമയ്ക്ക് ഒരു പ്രത്യേക സ്വാഭാവികത നൽകുന്നുണ്ട്. ഒരു ഫിക്ഷൻ സിനിമ കാണുകയാണെന്ന തോന്നൽ പലപ്പോഴും പ്രേക്ഷകൻ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന്റെ സംവിധാന ശൈലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്യുമെന്ററി ഒക്കെ മാറ്റി സിനിമയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇനി ഇതിലെ ആക്ടിംഗ് പെർഫോമൻസിലേക്ക് വരാം. ലിയോ വുഡലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാതുകളിൽ അസഹനീയമായ വേദന നൽകുന്ന ഒരു ഹൈപ്പോറോക്യൂസസിന്റെ ആ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴും വലിയ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോണും വെച്ച് അദ്ദേഹം ലോകത്തിന്റെ ശബ്ദങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു യഥാർത്ഥ യുവാവിന്റെ ശരീരഭാഷ ലിയോ വളരെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നടനാണെന്നുള്ള ഒരു കാര്യം തന്നെ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് മറന്നുപോകും. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അദ്ദേഹം അമേരിക്കൻ സ്ലാങ്ങും ആ ലോക്കൽ ആക്സസും ഒക്കെ സംസാരിച്ചിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റാഗ്രേഷൻ ഒന്നുമില്ലാതെ നോർമലായിട്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഡസ്റ്റിൻ ഹോഫ്മാൻ 2 തവണ ഓസ്കർ നേടിയ ഒരു നടന്റെ സാന്നിധ്യം സിനിമ എത്രത്തോളം ഉയർത്തുമെന്ന് ഇദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. പ്രായം കൂടുന്തോറും കേൾവി ശക്തി കുറയുന്ന ഒരു ഓൾഡ് സ്കൂൾ ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെത്. നായകനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോംബോ രംഗങ്ങൾ വളരെയധികം ഇമോഷണലാണ്, റിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഫ്യൂഡൽ പരമ്പരയിലൂടെ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള ലിയോ റാസ്, ഇതിൽ വില്ലൻ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത്. ലിയോ റാസിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് വളരെയധികം പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഹവാന റോസ്ലിയും ജീൻ റെനയും അവരുടെ വേഷങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡയലോഗുകളിനേക്കാൾ കൂടുതൽ അഭിനേതാക്കളുടെ കണ്ണുകളുടെ ഭാവങ്ങളിലൂടെയാണ് സിനിമ പല കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പലയിടത്തും പല മ്യൂസിക് പല സ്ഥലങ്ങളിലും കയറ്റി വെച്ച് നമ്മുടെ കണ്ണ് നനയിക്കുന്ന കുറേ വികാരഭരിതമായിട്ടുള്ള കുറേ മൂവ്മെന്റുകളുണ്ട്. ഇതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സിനിമയുടെ ആത്മാവിനെ കുറിച്ചാണ്. അത് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. കേട്ടില്ല, ദി സോൺ ഓഫ് ദ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ നേടിയ ജോണി ബോൺ, അതിനാണ് ഈ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്.
ഞാൻ ഈ സിനിമ ഉണ്ടല്ലോ വിമാക്സിലാണ് കണ്ടത്. നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ മിനിമം ഒരു നല്ല തിയേറ്ററിൽ സൗണ്ടൊക്കെ ഉള്ള ഡോൾഫി അറ്റ്മോസ്ഫിയറിൽ തന്നെ കാണുവാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമയുടെ സൗണ്ട് മിക്സിംഗ് ഒരു സാധാരണ രീതിയിലല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നയൻ ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ പുറത്ത് ആ ഒരു ശബ്ദങ്ങൾ എങ്ങനെ മഷ് ഫീഡ് ആകുന്നു എന്നും അവർ ഹെഡ്ഫോൺ മാറ്റുമ്പോൾ ശബ്ദങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ആംപ്ലിഫൈഡ് ആകുന്നതെന്നും നമ്മുടെ കാതുകളിലേക്ക് അടിച്ചു കയറുന്നു എന്നത് തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിലൂടെ പ്രേക്ഷകനെ കൃത്യമായിട്ടും അനുഭവിപ്പിച്ച് തരുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് ആ ഒരു ഇരുമ്പ് സേഫുകൾ തുറക്കുന്ന ആ രംഗങ്ങളിലെ തിയേറ്ററിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൂർണ്ണമായിട്ടും നിശബ്ദമാകാണ്. എന്നിട്ട് ആ ലോക്കിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പ്രിങ്ങിന്റെ ഗിയർ തിരിയുന്ന ആ ഒരു ചെറിയ ക്ലിക്ക് ക്ലിക്ക് ശബ്ദം മാത്രം ലൗഡായിട്ട് കേൾക്കുമ്പോൾ ശബ്ദം കൊണ്ട് മാത്രം ഒരു ക്രൈം ത്രില്ലർ സിനിമയെ എങ്ങനെ ഒരു വിഷ്വൽ മാജിക്കാക്കി മാറ്റുക എന്നതിന് എങ്ങനെയാണ് ജോണി ബോൺ ഈ വർക്ക് ഒരു ഒരു വലിയൊരു പാഠപുസ്തകമാണ്. മോനെ 2026 ഓസ്കാർ സൗണ്ട് ഡിസൈനിങ്ങിന് വീണ്ടും കിട്ടും ജോണിക്ക്, ഉറപ്പാണ്. അത്രയ്ക്കും കിട്ടില്ല. സൗണ്ട് ഡിസൈനിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ എഡിറ്റിങ്. വിഫ്ലാഷ് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് മെറ്റൽ ഒക്കെ കണ്ടവർക്കറിയാം സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമകളിൽ എഡിറ്റിങ്ങിൻ്റെ റോൾ എത്ര വലുതാണെന്ന്. ഇതിലും പിയാനോ ട്യൂണിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ സേഫ് കാക്കറിൻ്റെയും ഒക്കെ രംഗങ്ങൾ വളരെ ഫാസ്റ്റ് കട്ടുകളിലൂടെ ഒരു മ്യൂസിക് താളത്തിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഘട്ടത്തിലും പ്രേക്ഷകനെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ന്യൂയോർക്ക് നഗരത്തിൻ്റെ മനോഹരമായ ആംബിയൻസും ലൈറ്റിങ്ങും ഇൻഡോർ രംഗങ്ങളിലും ഷാഡോകളും സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി കൂട്ടുന്നുണ്ട്. വിഷ്വലുകളുടെയും ശബ്ദവും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ പിന്നെ നായകനും നായികയും തമ്മിൽ ഉള്ള പ്രണയം കൈമാറുന്നത് പോലും മ്യൂസിക്കിലൂടെയാണ്. അവരുടെ നായിക സ്റ്റേജിൽ വെച്ച് പെർഫോം ചെയ്യുന്ന മ്യൂസിക് എൻ്റെ മോനെ സീറ്റഡ്ജ് പെർഫോമൻസ്. അതോടൊപ്പം തന്നെ നായകൻ അവസാന ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിയാനോയുടെ ഒരു പേടിയുള്ള ഒരു സാധനമുണ്ട്. ഞെരുപ്പ് സാധനം, ഞെരുപ്പ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു പിന്നെ ലോക്ക് തുറക്കുന്നത്, ഫസ്റ്റ് ലോക്കല്ല, ഇടയിൽ മൂന്നാമത്തെ ലോക്ക് തുറക്കുന്ന ഒരു സീനുണ്ട് മോനെ. പിന്നെ ജപ്പാൻകാരോ ചൈനക്കാരോ ആണ് അവർ. അപ്പം അവരുടെ ഒപ്പം തുറക്കുന്ന ഒരു സാധനമുണ്ട്, വീട്ടിലുള്ള സാധനം. കാരണം ഇവന് പെട്ടെന്ന് സൗണ്ട് തിരിച്ച് കിട്ടുന്ന രീതിയിൽ മൊത്തത്തിൽ വെള്ളമൊക്കെ വീഴുന്ന എൻ്റെ മോനെ സൗണ്ട് ഡിസൈനിങ്ങും ആ എഡിറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കിട്ടില്ലോ എന്ന് വെച്ചാൽ കിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പക്കാ സാധനം. സിനിമയിൽ ഇതൊക്കെ പുകഴ്ത്തുമ്പോഴും ഇത് എനിക്കൊരു സാധാരണ ഒരു നല്ലൊരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഇതിലെ ഒരു നെഗറ്റീവ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സിനിമയുടെ ആദ്യ പകുതിയിലെ ഒരു ടേൺ ആൻഡ് പെർഫെക്ഷൻ ആ ലോകത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സംവിധാനം കൂടുതൽ സമയമെടുത്തതുപോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആ ഒരു ത്രില്ലർ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ആദ്യത്തെ ഒരു 40 മിനിറ്റ് അത്ര സൂഹിക്കാൻ സാധ്യതയില്ല. പിന്നെ ചില സിനിമാറ്റിക് ലിബർട്ടറികളാണ് അതോ ലോകത്തെ ഇത്രയും വലിയ രീതിയിൽ കാണിച്ചിട്ട് അവിടെ നിയമപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഇല്ല. പോലീസിൻ്റെ പ്രസൻസ് ഒരു സ്ഥലത്തും കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ രണ്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം പക്ക സാധനം. പക്ഷേ ഈ പറഞ്ഞ ചെറിയ നെഗറ്റീവുകൾ എല്ലാം തന്നെ സിനിമ തരുന്ന ഒരു വലിയ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസിന് മുന്നിൽ ഇതൊന്നും നെഗറ്റീവ് അല്ല ഇതായിട്ട് എനിക്ക് തോന്നി. ലിയോവുഡിൻ്റെ തകർപ്പൻ പ്രകടനവും ജോണി ബോണിൻ്റെ മാസ്മരിക സൗണ്ട് ഡിസൈനിങ് കൊണ്ട് ടൂണർ 2026 തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു സിനിമാറ്റിക് വർക്ക് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ 4.5 ഔട്ട് ഓഫ് 5. ഇതാണ് ഞാൻ നൽകുന്ന മാർക്ക്. നിങ്ങൾ ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയ്ക്കും കീട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.